ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കുട്ടാരി കിച്ചൺ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ. ഇന്ന് നല്ല വെയിലുള്ള ദിവസമാണ് കേട്ടോ. ഇത്രയും ദിവസമായിട്ട് നല്ല മഴയായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരിതാണ് ഉണ്ടായിരുന്നത്. ഇന്ന് നല്ലൊരു കാലാവസ്ഥയാണ്. എന്നിട്ട് പുറത്ത് വന്നിട്ട് സംസാരിച്ചിട്ടുകൊണ്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമുക്കുള്ള റെസിപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചോളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചോളം കൊണ്ടുള്ളൊരു റെസിപ്പി എന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ചോളത്തിൻ്റെ ഞാൻ 2 റെസിപ്പി ചെയ്തിട്ടുണ്ട്. ആദ്യം ചെയ്തിട്ടുണ്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചോളം സലാഡും പിന്നെ ഒന്ന് ചോളത്തോണ്ടുള്ള തന്നെ ഈ ചോള റോസ്റ്റ്, അങ്ങനെ 2 റെസിപ്പി ആയിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവുമായിരിക്കും അല്ലേ? അപ്പോൾ കണ്ടവർ എന്ന് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ കേട്ടോ. പിന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ നിന്ന് എഴുതി അറിയിക്കാം. അപ്പോൾ എനിക്കത് എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തിരുത്താൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ചോളം വട എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. നല്ല മുരുമുരുന്നനായിട്ട് കിട്ടുന്ന വടയാണ് കേട്ടോ. ചോളം വട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ചോളത്തിൻ്റെ അല്ലികൾ എടുത്തിട്ടുണ്ട്. മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കണം. ചോളം വെറുതെ കഴിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ചോളം എന്താ ചെയ്യുക, ഒന്ന് ഉപ്പിട്ട് വേവിച്ചിട്ടാണ് കഴിക്കുക. പക്ഷെ വട തയ്യാറാക്കുമ്പോൾ ഇതൊന്നും വേവിച്ചെടുക്കണ്ട. നമുക്കിത് നേരിട്ടിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ വെള്ളം ചേർക്കാൻ പാടില്ല. വെള്ളം ചേർക്കാണ്ട് തന്നെ ഇത് മിക്സിയിൽ അരച്ചെടുത്താൽ മതി. എന്നാൽ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് തോന്നും വെള്ളം ചേർക്കാണ്ട് എങ്ങനെയാണ് ഇതിങ്ങനെ അരഞ്ഞ് കിട്ടാൻ തോന്നും. പക്ഷേ അങ്ങനെയൊന്നുമില്ല. വെള്ളം ചേർക്കാണ്ട് തന്നെ അരയ്ക്കാനായിട്ട് നമുക്ക് പറ്റും. നന്നായിട്ട് ഇതുപോലെ അരച്ചെടുത്താൽ മതിയാവും കേട്ടോ. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അത് നമുക്ക് അരഞ്ഞ് കിട്ടും. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, 4 പച്ചമുളക് അരിഞ്ഞത്, 1 പീസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, കറി ലീവ്സ് 2 തണ്ട് അരിഞ്ഞെടുക്കുക. പിന്നെ ഇടിച്ച മുളകില്ലേ, അത് 1 സ്പൂണ്. ഇത്രയും വേണം. ഇത് നമുക്ക് നേരത്തെ തന്നെ അരിഞ്ഞ് വെക്കാം കേട്ടോ. അരച്ച് വെച്ച ചോളത്തിലേക്ക് 1/4 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാ ചേരുവകളും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള ചോളത്തിൻ്റെ അളവിലേക്കുള്ള ആവശ്യത്തിനുള്ള ചേരുവകളാണ് ഈ ഇട്ട് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിനെ കൂടുതൽ അളവ് എടുക്കണമെങ്കിൽ ഇതിൻ്റെ ഉള്ള ചേരുവകളെല്ലാം അതിനനുസരിച്ച് കൂട്ടിക്കൊണ്ടുവരിക. അപ്പോൾ ഉപ്പാണെങ്കിൽ ഉപ്പ് കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ സവോളയും ഇഞ്ചിയുടെ അളവും പച്ചമുളകും എല്ലാതും ചോളത്തിൻ്റെ അളവനുസരിച്ച് നമുക്ക് കൂടുതൽ എണ്ണം വട ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് കൂടുതൽ ഐറ്റംസ് എല്ലാത്തിലും കൂട്ടി കൊണ്ടുവരിക. അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ തന്നെ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെന്ന് വെച്ചാൽ ഈ മഞ്ഞൾപ്പൊടി ചെറിയൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് നേരം ഞാൻ കുഴച്ചെടുക്കാം കേട്ടോ. കാരണം സവോളയൊക്കെ നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നന്നായിട്ട് നമ്മൾ കൈകൊണ്ട് നന്നായി തിരുമ്മിയിട്ട് തന്നെ കുഴച്ചെടുക്കാം. നമുക്കിത് കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് തോന്നും ഇത് എങ്ങനെയാണ് ഉരുട്ടിയിട്ട് ഇങ്ങനെ വരുമോ, അല്ലെങ്കിൽ ഉരുളയൊക്കെ ഇട്ടെടുത്ത് നമുക്ക് ഷേപ്പിലൊക്കെ ആക്കാൻ പറ്റിയില്ലെങ്കിലോ എന്നൊരു തോന്നലൊക്കെ ഉണ്ടാവും. പക്ഷേ ഒന്നുമില്ല, നന്നായിട്ട് കുഴയ്ക്കുക. നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഇതൊക്കെ കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നൊരു സ്നാക്സാണ്. 4 മണിക്കൊക്കെ ചായക്ക് കഴിക്കാൻ ആയിട്ട് കേട്ടോ. വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാനൊരു കയ്യിൽ ഇത്തിരി സ്പൂണല്ല, അതിനേക്കാളും വലുപ്പത്തിലുള്ളൊരു കയ്യിലാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് കറിയൊക്കെ വിളമ്പാൻ എടുക്കുന്ന കയ്യിൽ, അതിലൊരു 1.5 കയ്യിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് വീണ്ടും കുഴയ്ക്കുക. ഇപ്പോൾ വെള്ളമൊന്നും ചേർക്കാനൊന്നും പാടില്ല കേട്ടോ. തീരെ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ഇനി ഇതേപോലെ നന്നായിട്ട് അതെല്ലായിടത്തേക്കും മിക്സ് ആക്കിയിട്ട് എടുക്കുന്ന രീതിയിൽ ചെയ്താൽ മതി. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം നമുക്ക്.
ഇതിൽ മുളക് പൊടി 1/4 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. പച്ചമുളകിൻ്റെ അളവ് കുറച്ച് കൂടുതലിട്ടിട്ടുണ്ട്, അതുകൊണ്ട് മുളക് കുറവാക്കി. ഇനി അതല്ല മുളക് പൊടിയാണ് കൂടുതൽ ചേർക്കുന്നുണ്ടെങ്കിൽ പച്ചമുളക് നമുക്ക് കുറയ്ക്കണം കേട്ടോ. ഇപ്പോൾ ഒരുവിധം നമുക്ക് നന്നായിട്ട് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി കയ്യിൽ തന്നെ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കാം. കൈ കൊണ്ട് തന്നെ നമുക്ക് ചെറിയ ഉരുളകളാക്കി കിട്ടും കേട്ടോ. നന്നായിട്ട് ഉരുട്ടി ഉരുട്ടി എടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഒരു മീഡിയം ചെറിയ സൈസിലുള്ള വടയാണ് തയ്യാറാക്കുന്നത്. ഇത് കയ്യിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ പരത്തിയിട്ട് ശരിയാക്കി എടുക്കാം. ഇനി സൈസ് കൂടുതലുള്ള വട ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടി വലിയ ഉരുളയായിട്ട് എടുക്കുക. കുറച്ച് വലുപ്പത്തിലുള്ള ഉരുളയാക്കി എടുത്ത് കഴിഞ്ഞാൽ അത് പരത്തുമ്പോൾ കുറച്ചും കൂടി സൈസ് വലുപ്പത്തിലാക്കിയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ കയ്യിലൊന്ന് വെച്ച് പ്രസ് ചെയ്താൽ മതി. തിരിച്ചും മറിച്ചും വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ആക്കി എടുത്തു കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോന്നും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ ഭംഗിയായിട്ട് പരത്തിയിട്ട് എടുക്കാം. അതിന് ശേഷം നമുക്കിനി ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരണം. അപ്പോൾ നമുക്ക് ഓരോ വടയും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം മാത്രമേ ഇത് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല പതഞ്ഞ് വരും. അത് നമ്മൾ വെളിച്ചെണ്ണയുടെ ചൂടിനനുസരിച്ചാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തത് നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ വെളിച്ചെണ്ണയിൽ ഇത് ശരിക്കും മൊരിഞ്ഞ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മൊരിയാതെ ഈ വെളിച്ചെണ്ണയിൽ ഈ വടയൊക്കെ വെളിച്ചെണ്ണയൊക്കെ വലിച്ചെടുക്കും. അപ്പോൾ ശരിയായ രീതിയിൽ നമുക്ക് മൊരിഞ്ഞ് കിട്ടില്ല. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഓയിലാണെങ്കിലും വെളിച്ചെണ്ണയായാലും ഒഴിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഒരു വശം ആയതിന് ശേഷം, അതായത് മൊരിഞ്ഞ് വന്നതിന് ശേഷം മറുവശം തിരിച്ചിട്ടാൽ മതി കേട്ടോ. ഇപ്പം നമ്മുടെ വടയുടെ വശങ്ങൾ, 2 വശങ്ങളൊക്കെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നിറമൊക്കെ മാറിയിട്ട് നല്ല കളറൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ആയി കഴിഞ്ഞാൽ നമുക്ക് കോരിയെടുക്കാം, പാത്രത്തിലേക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വടയൊക്കെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ചോളം വട എല്ലാവരും തയ്യാറാക്കി നോക്കൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഓക്കെ ബൈ.